ഇത് നടക്കാനും പറ്റണില്ല, ജീവനുണ്ട്, നടക്കാനും പറ്റണില്ല, ഒന്നിനും പറ്റില്ല. ഇതെന്താ വികലാംഗനം? എന്റെ വെച്ചിട്ട് ഞാൻ നല്ല കൊടുക്കും. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഇത്ര ദിവസം പണിയെടുത്തതിന്റെ പൈസ ഒന്ന് കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. കിട്ടുമെന്ന് അറിയില്ല. ഇന്ന് വൈകുന്നേരം ഏകദേശം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. പൈസ കിട്ടുമല്ലോ, അതുകൊണ്ട് വേണമെങ്കിൽ റീചാർജ് ചെയ്തിട്ട് വ്ളോഗ് അപ്ലോഡ് ആക്കണം. ഈ 4-5 വ്ളോഗ് അപ്ലോഡ് ആക്കി കണക്കുണ്ട്. രാവിലെ ഉണ്ട് ഈ ചെറിയക്കന്മാർ വന്നിട്ട് പറയണേ ഇവിടെ എലി ചത്തടക്കണ്ട്. മുറ്റത്തല്ല വഴിയിൽ ഇതാ ചത്തടക്കണം കിടക്കണേ. അതെന്ത് സംഭവിച്ചത്? അതിൻ്റെ കാലിനെന്തോ കാര്യമായിട്ട് പറ്റിയിരിക്കണ തോന്നുന്നു. മേത്ത് മൊത്തം ഉറമ്പ് പിടിച്ചെടുക്കാം, മേത്തല്ലേ കാലില്. അച്ഛൻ വാടാ. കാലും കൈ അനക്കാൻ പറ്റില്ല എന്നുള്ളൂ. ഇത് എന്താ എനിക്കെന്തൊക്കെയാവുന്നുണ്ട്, ഞാൻ കളയൂല. എനിക്കെന്തൊക്കെയാവുന്നുണ്ട്. അത് കടിക്കണേ അത് വടിയടിച്ച്. ഇത് നടക്കാനും പറ്റണില്ല, ജീവനുണ്ട്, നടക്കാനും പറ്റണില്ല, ഒന്നിനും പറ്റില്ല. ഇതെന്താ വികലാംഗനം? വികലാംഗനാണ് അത്. കൈയും കാലും അനക്കാതെ വെച്ചിരുന്നു. ഒരു കാലില് മുറിയുള്ളൂ, പിന്നെ തല വല്ല ആടി കളിക്കുന്നുണ്ട്. തലയിൽ ഇപ്പം എങ്ങനെയാലും ഈ പെരിച്ചതിനെ ഈ വഴിയിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ പെരിച്ച ഇവിടെ ചത്തിട്ട് ചീഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മണക്കും തോന്നുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇതിനെ മാറ്റിയിട്ട് എനിക്ക് എങ്ങോട്ടേ പോകാനേ പറ്റുള്ളൂ. ശ്രീകുട്ടാ, നീ അവിടുന്ന് ഒരു തുണി എടുത്തോണ്ട് പോവാ, അല്ലെങ്കിൽ ചാക്കിൻ്റെ എന്തെങ്കിലും എടുത്തോണ്ട് പോവാ. മെല്ലെ ഇതിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് വേറെ എങ്ങോട്ടേലും ആക്കാം. ഇതിനെ പാള വലിച്ചുകൊണ്ട് പോവുക. ചെറുപ്പത്തെ ഓർമ്മകൾ. ഇതിനെ എവിടെ ഇടുക ശ്രീകുട്ടാ? ഇതിനെ എവിടെ ഇടുക? ആയിട്ട് വട്ട കായി പോകും തോന്നുന്നു. ജീവനുണ്ട്, അതെനിക്ക് കൊല്ലാൻ തോന്നുന്നില്ല. ഇതിനെ മെല്ലെ ഇവിടെ ഇട്ട് കൊടുക്കാം. പാവം എന്ത് കാട്ടി ഞാൻ വളർത്താനേ പറ്റൂല. സ്ത്രീ കൂടെ വളർത്തുക, അത് വീട്ടിൽ കൊണ്ടേക്കോ. ഇനി കാലിന് ജീവൻ വെക്കുമ്പോൾ മെല്ലെ നടന്നു പോയിക്കോട്ടോ. ശരി എന്നാ. എലീൻ്റെ കൈയും കാലും അനക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെ ആയിന്ന് എനിക്ക് അറിയില്ല. ഇതിപ്പോൾ അവിടുന്ന് എലി ചാവാതെ ഇരുന്നാൽ മാത്രം മതി. എൻ്റെ കയ്യിനും കാലിനും ഒരു രക്തോടെ കെട്ടിയിട്ട് നടക്കാനായാൽ പറയുമ്പോൾ എൻ്റെ മെക്കെട്ട് കയറാൻ നിൽക്കുക. അവള് കുറേ നേരം എൻ്റെ ഒച്ചറിന് ഞാൻ ഉണ്ടല്ലോ അമ്മ വെറുതെ ആവശ്യമില്ലാതെ കിങ്ങിണിയ ആവശ്യമില്ലാതെ ഒച്ചിടും. ആവശ്യമില്ലാതെ എന്ത് നാക്കെ കിടക്കണ നോക്ക്. എൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ നല്ല കൊടുക്കും. അമ്മ ഒക്കെ വലിച്ചിട്ട് പോയിക്കും. ഇതാ കിങ്ങിണിയും മടക്കി വെച്ച് അവിടെ ഡ്രസ്സും പിന്നെ അലമാരത്തെ എല്ലാം മടക്കി വെച്ചിട്ട് പോയിക്കും. മടക്കി വെക്കുകയല്ല, വലിച്ചിട്ട് പോയിക്കും. ട്രൈപ്പോഡൊക്കെ അവിടെ ഉണ്ടായത്. ഇപ്പോൾ വൈഫൈയിലും പിന്നെ എൻ്റെ മൊബൈലിലും നെറ്റും എല്ലാം കഴിഞ്ഞിട്ട് 3-4 ആഴ്ച കഴിഞ്ഞ് തോന്നുന്നു. എനിക്ക് വ്ളോഗ് അപ്ലോഡ് ആക്കാത്തതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. കാര്യം പറയാം, ഒരു കാര്യം ചെയ്താൽ അതിലൊരുമാതിരി എന്താ അറിയാം, ഒന്നും പറയാൻ പറ്റാത്തൊരു രീതിയിലാവുക. എന്താണെന്നറിയില്ല. എത്ര ദിവസമായി എന്നറിയാം ഞാൻ അപ്ലോഡ് ആക്കാതിരുന്നിട്ട് ഒരുമാതിരി ആവുക. ഇന്ന് ഞാൻ വൈകുന്നേരം ചോദിച്ചു നോക്കിട്ടോ, പണിക്ക് പോയേ അവിടുത്തെ ചേച്ചീനോട് ചോദിച്ചു നോക്കി എവിടെ പൈസ കിട്ടുക. അപ്പോൾ പറഞ്ഞ നാളെ വിളിക്കുക, അപ്പോൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നാളെ പൈസ ഇട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു ഇന്ന് പൈസ ഇട്ട് ഇന്ന് റീചാർജ് ചെയ്യാം, ഇന്ന് വ്ളോഗെല്ലാം അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചാൽ. എത്ര വ്ളോഗ് ഉണ്ട് എന്നറിയാം അപ്ലോഡ് ആക്കാൻ. ഇത്ര ദിവസം ഇല്ലാത്ത ചിലപ്പോൾ ഇപ്പോഴൊക്കെ ഏത് വ്ളോഗ് അപ്ലോഡ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം. എനിക്ക് ബോറടിക്കുകയാണ് വെറുതെ നിൽക്കുമ്പോൾ. എന്ത് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യാൻ എനിക്ക് പറ്റണില്ല. എന്താണെന്നറിയില്ല, എന്തോ പറ്റിയിരിക്കണ തോന്നുന്നു. ഡെയിലി വ്ളോഗ് എന്നിട്ട് ഡെയിലി ഇടാൻ പറ്റില്ല. എത്ര ദിവസമായി അറിയാം, 4-5 ദിവസമായി വ്ളോഗ് ഇടാതെ. ഇപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.